ലൈവായിട്ട് വിഡ്രോ എടുക്കുന്ന വീഡിയോയിൽ അന്നേരം തന്നെ പേയ്മെൻറ്റ് കയറുന്നുണ്ട്. അതെല്ലാം വീഡിയോയിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ കഴിയുന്നതായിരിക്കും. ഏകദേശം 15 രൂപ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ Paytm വാലറ്റ് കിട്ടും. ഒരു സൈൻ അപ്പ് ആൻഡ് വിഡ്രോ ലൂട്ട് തന്നെയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ എന്തായാലും ഒരു 10 മിനിറ്റ് മാത്രം, എന്താ വെച്ചാൽ വീഡിയോ 10 മിനിറ്റ് ഉണ്ട്. ഓക്കെ, വീഡിയോ കറക്റ്റ് 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് മുഴുവൻ കാണുക. അത് അതേ വീഡിയോ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് ലൂട്ട് 10. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഒരു 10 മിനിറ്റ് ഒരു വർക്ക്, ആ ഒരു വർക്കിന് ശേഷം നിങ്ങൾക്കൊരു 15 രൂപ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ വീണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. Paytm വാലറ്റ് എന്തും ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ കണ്ടീഷൻ, ലൂട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്രോമിലോട്ടേക്ക് വന്ന ശേഷം ഷെയർ എന്നുള്ള കൊടുത്തതിന് ശേഷം ആ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ആരെങ്കിലും വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് അയക്കണം. ഇപ്പം നമ്മുടെ വേദാണ്ട് വാട്സപ്പിലോട്ടേക്ക് അയച്ചു വെക്കുന്നത് അത് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ നേരെ ഐലൻഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. ഐസ്ലാൻഡ് എന്ന് സെർച്ച് ചെയ്യുക, ഐലൻഡ് എന്ന് വായിക്കും. ഓക്കെ, അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ട് അതിനുശേഷം ഓപ്പൺ ആക്കിയ ശേഷം ആക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള കൊടുക്കുക ഉണ്ടാവും. സോ നെക്സ്റ്റ് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ പ്രൊവിൻസിങ് ഐസ്ലാൻഡ് എന്ന് കാണും. അതിനുശേഷം നിങ്ങൾ ഐസ്ലാൻഡിൽ ഉണ്ടാകുമ്പോൾ മെയിൻ ലാൻഡിലോട്ടേക്ക് പോകണം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഐസ്ലാൻഡിലോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആപ്സ് ഉണ്ടാവില്ല. അന്നേരം ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരു ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മൊബൈൽ നമ്പറും ചോദിക്കൂല, മൊബൈൽ നമ്പർ ചോദിക്കുന്നത് സ്കിപ്പ് ചെയ്താൽ മതി. ഒരു ന്യൂ ജിമെയിൽ അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ള ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ അടിച്ചാൽ മതി. ഐ തിങ്ക് ബെറ്റർ ടു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്. ഓക്കെ, അപ്പം അതിനുശേഷം ആക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ജിമെയിൽ ആയിരുന്നു. അതിനുശേഷം നമുക്ക് നേരെ ക്രോമിലോട്ടേക്ക് വരാം. ആ ഒരു ക്രോമിലോട്ടേക്ക് വന്ന ശേഷം നോ താങ്ക്സ്, ആക്സെപ്റ്റ് കണ്ടിന്യൂ കൊടുത്ത ശേഷം നോ താങ്ക്സ് കൊടുക്കുക, അല്ലെങ്കിൽ യെസ് ഐ ആം ഇൻ എന്നുള്ള കൊടുക്കുക. ഓക്കെ, ഏത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ ഐലൻഡ് ആപ്ലിക്കേഷനിലോട്ടേക്ക് പോകണം. അല്ല, അതിന് മുമ്പ് നമ്മുടെ അയച്ച ആ ഒരു ലിങ്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ അയച്ച ലിങ്ക് ഇല്ലേ, അതിനുശേഷം ഐലൻഡ് ആപ്ലിക്കേഷനിലോട്ടേക്ക് ഒരു ക്രോമിലോട്ടേക്ക് വരിക. ക്രോമിലോട്ടേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ലിങ്ക് കോപ്പി ഇടുന്നില്ല അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലിങ്ക് അവിടെ വരും. അതിനുശേഷം ആ ഒരു ഓപ്പൺ ഇൻ പ്ലേ സ്റ്റോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവിടെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. ഓക്കെ, അതിനുശേഷം അവിടെ പച്ച രീതിയിൽ രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു നെയിം കൊടുക്കുക. ലാസ്റ്റ് നെയിം കൊടുക്കുമ്പോൾ ഒരു ഇപ്പം ഞാനിപ്പോൾ മുഹമ്മദ് പി കെ കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ പി കെ വേണ്ടി ഞാൻ ഇപ്പോൾ കെസിയോ മല്ലൂന്ന് അങ്ങനെ എന്തെങ്കിലും ഇടണം. പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക. അത് എനിക്ക് തന്നെ നമ്പർ കൊടുക്കുക. നമ്പർ കറക്റ്റ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ നമ്പറും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ആണെങ്കിൽ എൻ്റെ ഒരു ഐലൻഡ് ആപ്ലിക്കേഷനിലത്തെ ജിമെയിലാണ് കൊടുക്കണത്. അപ്പോൾ കൊടുക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റഫർ കോഡ് എന്നില്ല, നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റഫർ കോഡ് ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയതല്ലേ. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുമ്പോൾ OTP കൊടുക്കുക. OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാൻ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള കൊടുക്കാം. അങ്ങനെ വെരിഫൈ ചെയ്യുന്നതിന് ശേഷം സെൻഡ് വെരിഫിക്കേഷൻ ലിങ്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് ആവശ്യം വരും, കാരണം ട്രാക്കിംഗ് എന്താ വെച്ചാൽ കൂടാൻ കുറച്ച് ഇത് നല്ലതായിരിക്കും. മാത്രമല്ല ഇതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ 15 വിഡ്രോ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു മെയിലിലോട്ടേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആകും. അതിനുശേഷം ക്ലോസ് എന്നില്ല കൊടുക്കുക. ഓക്കെ, ക്ലോസ് എന്നില്ല കൊടുത്തതിന് ശേഷം ക്ലോസ് ദ വിൻഡോ എന്നില്ല കൊടുക്കുക. അതിനുശേഷം തിരിച്ച് ആപ്ലിക്കേഷനിലോട്ടേക്ക് വരിക. അപ്പം നമ്മൾ ആകെ 3 ഓഫേഴ്സ് ചെയ്യുന്നില്ല, അന്നേരം 15 രൂപ കിട്ടും. ഫുള്ള് ഫേക്ക് ഡീറ്റെയിൽസ് ആണ്. നമ്പർ, രജിസ്ട്രേഷൻ എല്ലാം ഫേക്കാണ്. നിങ്ങളുടെ നമ്പർ ഒരു കാര്യം ഒരു ആവശ്യമില്ല, അത് ആദ്യം പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓൾ ടാസ്ക് എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഅക്കാദമി എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുക, ക്ലെയിം നോ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം പറയും നിങ്ങൾ നമ്മുടെ സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷൻ അത് കണക്ക് തന്നെ ടെംമെയിൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇതാക്കണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഓൾറെഡി എല്ലാവരും പേടിക്കണ്ട. ഐസ്ലാൻഡ് അല്ല, സെക്കൻഡ് ലൈൻ. ഓക്കെ, ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ലൈൻ ഒരു നമ്പർ എടുക്കണം. അത് ഓൾറെഡി എല്ലാവരും പേടിക്കണ്ട. നിങ്ങൾക്ക് അതേ നമ്പർ വെച്ചിട്ട് തന്നെ വേറൊരു ട്രിക്ക് ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു +1 എന്നുള്ളത് ഒരു കൺട്രി കോഡല്ല, കുറേ +1 ഉണ്ട്. ഇപ്പോൾ +1 കാനഡേൻ്റെ ഉണ്ട്. അത് കണക്കത് നമ്മൾ ഇഷ്ടം താഴോട്ട് നോക്കി പോയാൽ അങ്ങനെ ഒരു 4+1 വരുന്ന നമ്പർ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി സെക്കൻഡ് ലൈനിൽ ഒരു നമ്പർ ഉണ്ടെങ്കിലും ആ നമ്പറിൽ വെച്ചിട്ട് 4 വട്ടം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം +1 വേറെ ഏതും കൺട്രീൻ്റെ വെച്ചാൽ മതി. സോ ഞാനിപ്പോൾ +1 വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ലൈൻ ആപ്ലിക്കേഷനിലോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ഈ സെക്കൻഡ് ലൈനിലെ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ കുറേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു കോപ്പി ചെയ്ത് നമ്പർ ഇവിടെ വരുന്ന
വരുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫുള്ള് ഫേക്ക് നെയിം കൊടുക്കുക. ഓക്കെ, ഇവിടെ എൻ്റർ ന്യൂ നെയിം എന്നുള്ളത് നിങ്ങളെ കറക്റ്റ് നെയിം ഒന്നും കൊടുക്കണ്ട. ഞാൻ ഇവിടെ സുമാർ മെല്ലു ക്ലാസ്സിങ് നടിക്കുന്നതിലും. പിന്നെ മെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടത് നിങ്ങൾ മെയിലേക്ക് പോവുക. മെയിലോട്ടേക്ക് പോകുമ്പം നിങ്ങൾക്ക് അവിടെ മെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ചേഞ്ച് എന്നുള്ള അടിക്കുക. അന്നേരം വല്ല ആഡ് വരുന്നെങ്കിൽ അന്നേരം തന്നെ ക്ലോസ് ആക്കിയതിന് ശേഷം വീണ്ടും പോയിട്ട് എന്താ ഇപ്പം ആക്കിയാൽ മതി. ഇപ്പം ഇങ്ങനെ ഒരു ആഡ് വരുന്ന വീഡിയോ വാച്ച് ചെയ്യുന്നുമുണ്ട്. ഞാൻ വാച്ച് ചെയ്തിട്ട് സമയം കളഞ്ഞു. അതിനുശേഷം നമുക്കിവിടെ ചേഞ്ച് ആക്കുമ്പോൾ ഒരു ബോംബ് പോട്ട്. അന്നേരം നമുക്ക് ആ ഒരു ഇത് കോപ്പി ചെയ്യുമ്പോൾ വീണ്ടും ഒരു ആഡ് എനിക്ക് തരും. അന്നേരം നമ്മൾ ക്ലോസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. നമുക്കിവിടെ പേസ്റ്റായി വരില്ല. ഓക്കെ, ഞാനൊരു മണ്ടത്തരം കാണിച്ചൊരു ഫോൺ നമ്പറാണ് ഇവിടെ പേസ്റ്റാക്കി കൊടുക്കുന്നത്. സോറി ഗൈസ്. ഓക്കെ, ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മണ്ടത്തരടക്കം മുമ്പേ പറയുന്നത്. ഓക്കെ, എല്ലാം ടൈം ട്രാവലോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ മെയിലോട്ടേക്ക് വീണ്ടും ക്ലോസ് ചെയ്ത് പോയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പുതിയ വന്ന ഇമെയിൽ അഡ്രസ്സ് ഇത് ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ ആവുന്നതായിരിക്കും. ഓക്കെ, അതറിയാണ്ട് ഓക്കെ, നമ്മുടെ ഒരു OTP വരുന്നതായിരിക്കും നമ്മുടെ ആ ഒരു നമ്പറിലോട്ടേക്ക്. സോ വീണ്ടും നമ്മൾ വേറെ ഒരു അതേ +1 എന്നുള്ളതിൽ വേറൊരു കൺട്രി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രജിസ്ട്രേഷനിൽ ന്യൂ അക്കൗണ്ട് തന്നെ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇനി ഫുള്ള് ചറപറ അസ്കി പുസ്കി ഇട്ട് പോയാൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ റാൻഡമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് പോയാൽ മതി. അതിന് കസ്റ്റമൈസിങ് ഒരു അക്കാദമി എക്സ്പീരിയൻസ് ചക്ക മാങ്ങ തേങ്ങ ഒലക്കാന്നൊക്കെ വരും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് നില കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ആപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ പോവുക. കാരണം എന്താ വെച്ചാൽ ട്രാക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ പോയതിന് ശേഷം നമ്മളെ തിരിച്ച് ക്യാഷ് ബെഡിലോട്ടേക്ക് വന്ന കോയിൻ ആഡ് ആവില്ല. പകരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ചെയ്യണം. എന്താക്കേണ്ടത് വെച്ചാൽ അപ്പം നമുക്ക് ഒന്നുകൂടി വരിക. അതിനുശേഷം വീണ്ടും അതേ ടാസ്കിൽ ക്ലെയിമിന് ഓടിച്ചിട്ട് വീണ്ടും ആ ഒരു അക്കാദമി ഓപ്പൺ ആക്കി കൊടുക്കുക. കാരണം ഇതെന്തിനാ വെച്ചാൽ ഒന്ന് ട്രാക്ക് ആവാൻ കൂടിയാണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനിലോട്ടേക്ക് വരിക. കോയിൻ ആഡ് ആവില്ല. ക്ലോസ് അടിക്കുക, എക്സിറ്റ് അടിക്കുക, ബാക്ക് അടിച്ച ശേഷം എന്നിട്ട് വീണ്ടും നമ്മൾ ക്യാഷ് ബെഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ 10 രൂപ പെട്ടേ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ കാണുന്ന 10 രൂപ നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്നു അക്കാദമി ചെയ്ത് നമുക്ക് 10 രൂപ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു ട്രിക്കും കൂടി ചിലപ്പം വരാനുണ്ട്, ഉറപ്പില്ല. അപ്പം ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത് നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ നമ്മൾ ചിങ്കാരി എന്നുള്ള ആപ്ലിക്കേഷനിൽ ഈ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ഓൺലി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടം ക്ലെയിം നൗ എന്നെടുത്ത് ക്ലിക്ക് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിനുശേഷം ഓപ്പൺ ചെയ്യുന്നു. എല്ലാം ഷടപടയെന്നാണ്. എൻ്റെ മലയാളം എന്നിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് സമയം വീഡിയോ കാണുന്നുണ്ട്. പിന്നെ ഫുൾ ടൈം വീഡിയോ കണ്ടിട്ട് നിൽക്കല്ലേ, ട്രാക്ക് പിന്നെ കൂടിപ്പോവും. അതിനുശേഷം നമ്മൾ വീഡിയോ കണ്ടിട്ട് നേരെ ഇവിടെ ഒക്കെ വരുന്നു, വീണ്ടും ക്ലെയിം നൗ എന്നിൽ കൊടുക്കുന്നു, ഒന്നുകൂടി ട്രാക്ക് ആവുന്നു. അവർക്ക് ഇതാ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷനിലോട്ടേക്ക് വന്നിട്ട് ബാക്ക് അടിക്കുന്നു. അതിനുശേഷം ഇവിടുത്തെ ക്യാഷ് ബെഡിലോട്ടേക്ക് വരുമ്പോൾ 13 രൂപ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചിങ്കാരി ചെയ്തുകൊണ്ട് ഒരു 3 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഇവിടെ ഒരു ലൈവായിട്ട് കാണുന്നുണ്ട്. സോ അതിനുശേഷം നമുക്ക് അടുത്ത ഒരു 2 റുപ്യം കൂടി ആക്കണമെങ്കിൽ നമ്മൾ നേരെ വ്യൂ മോർ എന്നില്ല ഓൾ ടാസ്ക് എന്നിലെടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബോലോ ലൈവ് എന്നില്ല ആ ഒരു ആപ്ലിക്കേഷൻ ചെയ്യണം. ജസ്റ്റ് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ഓൺലി ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, കുറച്ച് സമയം ആപ്ലിക്കേഷനിൽ നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും ആപ്ലിക്കേഷനിലോട്ടേക്ക് വരുന്നു, ക്ലെയിം ടാസ്ക് നിൽക്കുന്നു. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അത്രയും വളരെ സിമ്പിളാണ്. അതിനുശേഷം വീണ്ടും ആപ്ലിക്കേഷനിൽ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ക്ലെയിം ടാസ്ക് എന്നില്ല കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാ അലോ കൊടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യേണ്ട. എന്ന് വെച്ചാൽ ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ട്രാക്ക് ആവാൻ വേണ്ടിയിട്ടില്ല, നമ്മളൊരു ട്രിക്ക് അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞു അതിന് വീണ്ടും അതേ ടാസ്കിൽ ക്ലെയിമിന് ഒന്ന് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ആയി എന്നുള്ളത് അവരെ ജസ്റ്റ് ഒന്ന് അറിയിക്കുന്നു എന്ന് മാത്രം. ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് നേരെ ക്യാഷ് ബെഡിലോട്ടേക്ക് വരിക, വീണ്ടും എക്സിറ്റ് ആക്കി കൊടുക്കുക, എക്സിറ്റ് ആവുക. ഓക്കെ, പിന്നെ മറ്റേ ആ ഒരു 3 രൂപ ആഡ് ആയത് നിങ്ങൾക്ക് കാണുമല്ലോ, നമ്മളൊന്ന് ഫുള്ളായിട്ട് എക്സിറ്റ് അടിക്കണം. ഓക്കെ, എക്സിറ്റ് അടിച്ചാൽ ആഡ് ആവലും. ഓക്കെ, 15 രൂപ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 3 രൂപ പ്ലസ് 2 രൂപ ആഡ് ആയിട്ടുണ്ട്. നേരത്തെ ബഗ്ഗായിട്ട് ആ 10 രൂപ എന്നുള്ള കണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്കിനി ഇത് വിഡ്രോ അടിക്കണ്ടേ. പിന്നെ വിഡ്രോ അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ റഫർ ആൻഡ് ഏൺ സെക്ഷനിൽ പെർ റഫർ 3 രൂപ തൊട്ട് ഈ റഫറൽ എമൗണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മളൊരു 3 കൂടി റഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് 10 രൂപയാക്കിയിട്ട് വിഡ്രോ അടിക്കാം. പക്കയായിട്ട് വിഡ്രോ അടിക്കാം, വേറെ ഒരു കണ്ടീഷനും ഇല്ല. മിനിമം വിഡ്രോ റഫറൽ എമൗണ്ടിൽ 10 രൂപയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും ബഗ് മറ്റേ ഇതായിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും രീതിയിൽ ഇതാക്കിക്കോ, ഫേക്ക് റഫറായിട്ടും ചെയ്തിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 25 രൂപ എക്സ്ട്രാ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേഗം വിഡ്രോ അടിക്കണം. ഓക്കെ, നമ്മുടെ 15 രൂപ വിഡ്രോ അടിക്കാനായി നമ്മൾ റിഡീം എന്നതിൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ എമൗണ്ട് എന്നിടത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് 15 രൂപ എന്നിടത്ത് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് OTP അടിക്കണം, OTP കൂടി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ആ റഫർ നമ്മുടെ ആ ഒരു Paytm വാലറ്റ് ലിങ്ക് ആക്കാൻ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ കറക്റ്റ് ലിങ്ക് ആക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ വിഡ്രോ അടിക്കുവാണ്. വിഡ്രോ അടിച്ചതിന് ശേഷം പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നതിന് ടൈം ശ്രദ്ധിക്കുക. 7:31 വിഡ്രോ സക്സസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ഡയറക്റ്റ് നമ്മുടെ Paytm വാലറ്റിലോട്ടേക്ക് പോവുക. Paytm വാലറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം ഗൈസ്. ഓക്കെ, ഇന്നലെ Paytm വാലറ്റിലേക്ക് പോകാത്ത ഓക്കെ പോകുന്നുണ്ട്, സ്ക്രോൾ ഡൗൺ ആവുന്നുണ്ട്. അതിനുശേഷം Paytm ചെക്ക് ചെയ്യണം, ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം ബാലൻസ് ആൻഡ് ഹിസ്റ്ററി നിലെടുത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. 15 രൂപ കിട്ടിയിട്ടുണ്ട് കറക്റ്റ്. എന്ന് വെച്ചാൽ 7:30 വിഡ്രോ അടിച്ച് 31 കിട്ടി. ജസ്റ്റ് ടൈം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനിയും ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഈ ഒരു ടാസ്കൊക്കെ ഷുവർ ആയിട്ടും കിട്ടും. ബട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടാസ്കിലൊക്കെ നിങ്ങൾക്ക് എമൗണ്ട് ആഡ് ആവില്ല. പിന്നെ ഓൾറെഡി നിങ്ങൾ അതിൽ കാണുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്തിട്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കി വിഡ്രോ അടിക്കാൻ പറ്റുന്ന വിഡ്രോ ഒക്കെ പക്കയാണ്. അപ്പം നാളെ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയം വരാം. ഓക്കെ.